ടൈമിലൊക്കെയാണ് നമ്മൾ നോർമലി ഷാറൂഖും അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസൊക്കെ ബോളിവുഡിൽ സ്പോർട്സിലേക്ക് വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ എപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഫുട്ബോൾ ബേസ് ചെയ്ത് സിനിമകൾ ചെയ്യണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്ടും ആയിക്കോട്ടെ, ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും. അത് എന്താണ് പറയുക, വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലീഗിൽ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ്. അതൊരു വൻ വിജയമാവട്ടെ. എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടുന്നത്. സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടൻ്റെ കൂടെ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ തൃശ്ശൂർ മാജിക് FC-ക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ. എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.